ഖംനായിയുടെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷമായിരിക്കുന്ന മുദ്രാവാക്യമാണ് വിശ്വാസികൾ മുഴക്കിയത്. ട്രംപ് ആണെങ്കിൽ ഇത് കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. കൃത്യമായിരിക്കുന്ന വിലാപയാത്രാ ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യം ലൈവായ രീതിയിൽ നിലവിൽ ട്രംപ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടും കേട്ടും ഇറാൻ്റെ ജനങ്ങൾ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ്റെ ജനങ്ങൾ ഒരുമിച്ച് കൊണ്ട് ഒരു വിലാപയാത്രയായി ഇറാൻ്റെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായിയെ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചേർന്ന് നടക്കുമെന്ന് തങ്ങൾ കരുതിയിട്ടില്ല എന്നുള്ളതാണ് ട്രംപ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയും ആ ഗവൺമെൻറ് സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ വലിയ രൂക്ഷമായിരിക്കുന്ന പ്രക്ഷോഭ സമരങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതും അദ്ദേഹം ഒരു വെറുക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് താൻ പറഞ്ഞത് അപ്പാടി തന്നെ ഇറാൻ്റെ ജനതകൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. അത് തെറ്റായിരുന്നു എന്നുള്ളതാണ്. ഇത്ര രൂക്ഷമായിരിക്കുന്ന വൈകാരിക തലങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ആയത്തുള്ള അലി ഖംനായിക്ക് സാധിക്കും എന്ന് താൻ കരുതിയിട്ടില്ല എന്നൊക്കെ അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ്. ജൂലൈ 11 വീണ്ടും അമേരിക്കയും ഇറാനും തമ്മിൽ പാകിസ്ഥാനിൽ വെച്ചോ അതല്ലെങ്കിൽ ഖത്തറിൽ വെച്ചോ ചർച്ച നടത്താൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. 9 മരണാനന്തര ചടങ്ങുകളൊക്കെ അവസാനിക്കുകയും 11 വീണ്ടും ചർച്ച ആരംഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ പ്രതിനിധി പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും എത്രത്തോളം ആണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്കും ലോകത്തിനും അറിയാവുന്നതാണ്. അതിൻ്റെ ആവർത്തനം തങ്ങൾ പറയും. അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം കരാർ വ്യവസ്ഥയോട് തങ്ങൾ അംഗീകരിക്കും. അതല്ലെങ്കിൽ എങ്ങനെയാണോ തങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കേണ്ടത് ആ കാര്യം കൃത്യമായ രീതിയിൽ അറിയാം, തങ്ങളത് പ്രതികരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഖംനായിയുടെ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ 3 മക്കൾ പങ്കെടുത്തതായിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നു. അതോടൊപ്പം തന്നെ ഇമാം റസ മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ആത്മീയ നേതാവായിരിക്കുന്ന മുജ്തബ അലി ഖംനായി പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരികയും അതോടൊപ്പം തന്നെ IRGCയുടെ സൈനിക കമാൻഡർ അതിന് അനുമതി നൽകിയിട്ടില്ല എന്ന റിപ്പോർട്ട് പുറത്ത്. സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളാണ് ആയതുകൊണ്ടാണ് അനുമതി നൽകാത്തത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ 2 സ്ഥലത്ത് എങ്കിലും ഒറ്റപ്പെട്ട 2 സ്ഥലങ്ങളിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പ്രാദേശിക തലത്തിൽ പുറത്തു വരുന്നു. അതിപ്പോൾ സ്ഥിരീകരിക്കുകയോ അത് അംഗീകരിക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട ചിത്ര കാര്യങ്ങൾ പുറത്തു വരികയോ ഒന്നും ചെയ്തിട്ടില്ല. രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇന്നത്തെ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏറെക്കുറെ 5000-ഓളം സ്ഥാപനങ്ങൾക്കാണ് അവധി കൊടുക്കുകയും അതേപോലെ തന്നെ എത്തപ്പെടുന്ന ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യ കാര്യങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തത്. ഇറാൻ്റെത് കഴിഞ്ഞാൽ പിന്നെ ബാഗ്ദാദും നജഫിലും കർബലയിലുമാണ് ചടങ്ങുകൾ നടക്കുക. അതിൽ ബാഗ്ദാദ് ഒരു പക്ഷേ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതും സ്ഥിരീകരണ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടില്ല. മഷദിൽ വെച്ചിട്ടാണ് അവസാന ചടങ്ങ് കാര്യങ്ങളൊക്കെ നടക്കുക. ഇന്നത്തെ ദിവസം ജൂലൈ 6 ഇന്നത്തേത് പറയുന്നത് ഗ്രാൻഡ് മൊസല്ലയിൽ പൊതുദർശനത്തിനും പ്രാർത്ഥനയ്ക്കും വെക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം തെഹ്റാനിലെ റവല്യൂഷണറി സ്ക്വയർ മുതൽ ആസാദി സ്ക്വയർ വരെ വിലാപയാത്രയായിട്ട് കൊണ്ടുപോകും. ജൂലൈ 7 അതായത് നാളെ കൂമിലേക്ക് കൊണ്ടുപോകും. അതൊരു ആത്മീയ മേഖലയാണ് കൂം എന്ന് പറയുന്നത്. അവിടെ പ്രാർത്ഥനാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും മത നേതാക്കളും പൊതുജനങ്ങളും സംബന്ധിക്കുന്ന വിപുലമായിരിക്കുന്ന പരിപാടിയാണ് വരിക. അതിനുശേഷം 8-ാം തീയതി നജഫ് കർബലിൽ അവിടെ ഈ ബാഗ്ദാദിൻ്റെ പേര് ഒരിടത്ത് പറയുന്നുണ്ട്, എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ബാഗ്ദാദിൻ്റെ പേര് പറയുന്നില്ല. നജഫും കർബലയും മാത്രമാണ് പറയുന്നത്. ചിലപ്പോൾ ബാഗ്ദാദ് ഉൾക്കൊള്ളിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ബാഗ്ദാദിൽ ആദ്യം വരും, പിന്നീട് നജഫിൽ വരും. അത് കഴിഞ്ഞാൽ പിന്നെ കർബലാണ്. കർബല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ആത്മീയമായിരിക്കുന്ന മേഖലയാണ്. അവിടെ വെച്ചിട്ട് വലിയ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ നടക്കും. 9-ാം തീയതി അവസാന ദിവസം ഇമാം റസ മക്ബറയോട് ചേർന്നുകൊണ്ട് ഖംനായിയെ അടക്കം ചെയ്യും. അതാണ് ഏറ്റവും അവസാനമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന മേഖലയോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആ വിവരങ്ങൾ പറയുന്നതോടനുബന്ധിച്ചിട്ട് ഇപ്പോൾ ഇറാൻ്റെ സർവ്വ മേഖലയിലും രഹസ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഈ ആ സുരക്ഷിതത്വം ഏറ്റെടുത്തതിനോടനുബന്ധിച്ച് ഏറെക്കുറെ 15-ൽ കൂടുതലോ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ, ഏജൻറ്റുകളെ, മൊസാദിൻ്റെ ഏജൻസി എന്ന് പറയുന്നു, പിടികൂടിയതായിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്.
അവരുടെ സർവ്വ മേഖലയിലും വളരെ രഹസ്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നിസ്സാരമായിരിക്കുന്ന സംഭവമൊന്നുമല്ല. കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയം ഇപ്പോഴത്തെ ഈ വിലാപയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അത് കൃത്യമായ രീതിയിൽ ഇറാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. ലോകം മുഴുവനും ഇപ്പോൾ ഇറാനിലേക്ക് ക്യാമറ വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് അവിടെ സംഭവം നടക്കുന്നത് എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സമാനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും അവസ്ഥയും ലോക ചരിത്രത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായി എന്ന് പറയുന്നത് ആയത്തുള്ള അലി ഖൊമേനിയുടെ മരണത്തോടനുബന്ധിച്ചാണ്. അന്ന് ഏകദേശം 10 ലക്ഷം മുതൽ അതിൻ്റെ മേലോട്ട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് 50 ലക്ഷത്തിൻ്റെ മേലെ 2 കോടിയോളം ആളുകൾ പങ്കെടുക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. അപ്പോൾ ഇത്ര വൈകാരിക തലങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ ഗവൺമെൻറ്റിന് സാധിച്ചു എന്ന് പറയുന്നത് അത് നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ അതിൽ നിന്ന് അവർ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയവും നിലപാടുകളും ഉണ്ട് എന്ന് മാത്രമല്ല, ആ ജനങ്ങളെ ഏകോപിപ്പിക്കാനും വൈകാരികപരമായ രീതിയിൽ ചേർത്ത് നിർത്താനും വേണ്ടിയിട്ട് ഗവൺമെൻറ് സാധിച്ചു. അതാണ് ഈ ഗവൺമെൻറ് ഏറ്റവും വലിയ വിജയം. അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയും ഇസ്രായേലും ശ്രമം നടത്തിയത്. ആ ശ്രമം വിജയിച്ചിട്ടില്ല എന്ന് ചുരുക്കം. പല തരത്തിലുള്ള ശ്രമമൊക്കെ നടത്തി. ആഭ്യന്തര കലാപം വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി സാമ്പത്തികപരമായൊക്കെ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ടതിന് ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യണം? തുടരാൻ പാടില്ല, രാജിവെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗവൺമെൻറ് തലത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കൈവശത്തിലുള്ള സ്ഥാപനങ്ങൾ പിടിച്ചടക്കിയിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കാത്ത രീതിയിൽ അവിടെ ഇരിക്കണം എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞു. ഞങ്ങൾ തൊട്ട് പിറകിലുണ്ട്, ഞങ്ങൾ ഈ ഇവിടെ തലസ്ഥാനമായിരിക്കും തെഹ്റാനോട് ചേർന്ന് എത്തിയിട്ടുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. അപ്പോഴത്തേനും ആ ആഭ്യന്തര കലാപങ്ങൾ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇറാൻ ഗവൺമെൻറ് സാധിച്ചു എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോൾ ഇറാൻ്റെ സർവ്വ മേഖലയിലും അത് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഓർമുസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ വളരെ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. അഥവാ ഓർമുസിൽ ഇപ്പോഴും കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. എന്നാൽ അത് പൂർണ്ണമായിരിക്കുന്ന ഇറാൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു വിങ്ങും ഒരു സംവിധാനവും ഒരു സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ചുരുക്കം. ഇറാൻ്റെ സുഹൃത്തുക്കളോട് അവർ പറഞ്ഞ കാര്യം എങ്ങനെയാണ്? ഇറാൻ്റെ സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ടവർ തങ്ങൾ പണം വാങ്ങുന്നില്ല, അല്ലാത്തവരോട് തങ്ങൾ പണം ഈടാക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ സമയത്ത് അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളായിരിക്കും. അതല്ലാത്തവരോടൊക്കെ പണം വാങ്ങിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കപ്പൽ കടത്തുന്നത്. അവിടെ ഈ അമേരിക്ക യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും നിലവിൽ സാഹചര്യത്തിൽ നടത്തുന്നില്ല. നടത്തുകയാണെങ്കിൽ ഈ കരാർ വ്യവസ്ഥ പൊളിയുകയും പിന്നീട് ശക്തമായിരിക്കുന്ന തിരിച്ചടികൾ ഉണ്ടാവുകയും ചെയ്യും. ഖംനായുടെ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നത്തിലും തങ്ങൾ ഉണ്ടാവില്ലെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞു. ഒറ്റ വെടിക്ക് തീർക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ വെടിവെക്കാത്തത് എന്നുള്ള ചോദ്യങ്ങളും ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടുത്തെ ബ്ലോഗർമാരാണ്, ഈ ഇറാൻ്റെ ബ്ലോഗർമാർ. ഒറ്റ വെടിക്ക് തീർക്കെങ്കിൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ. ആ വെടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെക്കാൻ വേണ്ടി കഴിഞ്ഞാണ് പറയുന്നത്. കാര്യം 100ഓളം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ വിശാലമായിരിക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലുതായിരിക്കുന്ന ഒരു അന്ത്യോപചാര യാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലേക്ക് ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭാവിയിൽ വല്ലാത്ത രീതിയിൽ ബാധിക്കും അമേരിക്ക എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം അമേരിക്ക എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ട്രംപ് എല്ലാം നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നതിൻ്റെ കാര്യം അയാൾ പറയുകയും ചെയ്തിട്ടുണ്ട്. മുമ്പ് ഇറാൻ്റെ സൈനിക കമാൻഡറായിരിക്കുന്ന ഖാസിം സുലൈമാനിയെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തുന്ന സമയത്ത് ഇതേ ട്രംപ് 2016 സംഭവം നടക്കുന്നത് ലൈവായ രീതിയിൽ നോക്കിക്കണ്ടു എന്നുള്ള അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത്. ഒരു മനുഷ്യനെ കൊല്ലുന്നത് ലൈവായി കണ്ടുകൊണ്ട് ആസ്വദിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് അത്തരം മനുഷ്യന്മാരുടെ മാനസികാവസ്ഥ എത്രയുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായിരുന്നാലും വളരെ കൃത്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ റൂട്ടിലൂടെയാണ് ഇപ്പോൾ ഇറാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.